നിങ്ങൾ പരത്തി പറയാൻ കേട്ടിട്ടുണ്ടോ? പരത്തി പറയാൻ. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഞാൻ എന്ത് കാര്യങ്ങളും ചെറുതായിട്ടും ക്രിസ്പായിട്ടും പറയില്ല. വളരെ വിശദമായിട്ട് ഞാൻ പറയാം. അതിൻ്റെ ഒരു ഡീറ്റെയിലും മിസ്സാവരുതെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട്. പല ആൾക്കാരും ഇത്തരത്തില്ല. പല കാര്യങ്ങളും അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടും വൃത്തിയായിട്ടും കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവണം എന്ന് വിചാരിക്കുന്ന പല പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെന്താ കുഴപ്പമെന്നറിയോ? എല്ലാവർക്കും അത് കേൾക്കാനുള്ള സമയം ഇന്നത്തെ കാലത്തില്ല. ഇത്രയും വിശദമായിട്ടും പരത്തിയിട്ടും പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? പറയുമ്പോൾ നീ ഒരു ചായ കുടിക്കാൻ പോയതായിരിക്കും. ഈ ചായ കുടിക്കാൻ പോയ കാര്യം നീ ഇങ്ങനെ പരത്തി പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന ആൾ ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടാവും. ശരിയല്ലേ? നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് പോലെ പറയുന്നുണ്ടാവുക. പക്ഷേ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് പക്ഷെ അത് അത്ര താല്പര്യം തോന്നിക്കോളണമെന്നില്ല. പലപ്പോഴും നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടുകൊണ്ട് വരും. നിങ്ങളുടെ മാതാപിതാക്കൾ കേട്ടുകൊണ്ട് വരും. അച്ഛനമ്മമാരെ കേട്ടുകൊണ്ട് വരും. കാമുകിമാർ ഒരു പരിധി വരെ കേട്ടുകൊണ്ട് വരും. ഭാര്യമാർ ഒരു പരിധി വരെ കേട്ടുകൊണ്ട് വരും. അതല്ലാത്ത ആൾക്കാരോട് നിങ്ങൾ ഇങ്ങനെയും പരത്തി പറയേണ്ട ആവശ്യമുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് ഞാൻ പറയാം. കാരണം നിങ്ങൾ ഈ പരത്തി പറയുമ്പോൾ, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ഡീറ്റെയിലായിട്ട് പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് പലപ്പോഴും ഒരു മുഷിച്ചിലുണ്ടാക്കാം. നിങ്ങളോടുള്ള ഇഷ്ടം തന്നെ ഒരു പക്ഷേ പോവാൻ ചാൻസ് ഉണ്ട് ഫ്യൂച്ചറിൽ, ഭാവിയിൽ. അപ്പം അതുകൊണ്ട് കഴിവതും കാര്യങ്ങൾ ക്രിസ്പായിട്ട് പറയാം, ലളിതമാക്കിയിട്ട് പറയാം. ചായ കുടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങൾ പരത്തി പറഞ്ഞു. വീട്ടിലോ മറ്റോ നിങ്ങളുടെ വേണ്ടപ്പെട്ടോട് നിങ്ങൾ പരത്തി എന്ന് പറഞ്ഞു. അല്ലാത്ത ആൾക്കാരോട് ചുരുക്കി പറയാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഞാനിപ്പോൾ ചുരുക്കി പറയുകയാണ് ചെയ്യുന്നത്. കേട്ടോ, ഇത് തന്നെ ഞാൻ പരത്തി പറഞ്ഞില്ലേ? അതാ പറഞ്ഞത്. പരത്തി പറയാതിരിക്കാൻ ശ്രമിച്ചു നോക്കുക എല്ലാവരോടും.